ഡെയിലി 2 മിനിറ്റ് മാറ്റി വെക്കാനാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. 50,000 കിട്ടിയെന്ന് പറഞ്ഞൊരു ബ്രോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 20,000 കിട്ടിയെന്ന് പറഞ്ഞ് വേറെ ഒരു ബ്രോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോയുടെ താഴെ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ്സ് ഇട്ടിരിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്കും അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓരോ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. KYC വലിയ ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 50,000 കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രോയുടെ ലൈവ് ചാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 100, 200, 500 എന്നൊക്കെ പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടാണ് ആ ഒരു ബ്രോയ്ക്ക് നമ്മുടെ പേടിഎം UPIയിലേക്ക് ക്യാഷ് ബാക്ക് റിസീവ് ആയുള്ളത്. പേടിഎമ്മിലേക്ക് മാത്രമല്ല കേട്ടോ, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏതിലേക്ക് വേണമെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഫാം പേയിലേക്ക് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാം പേയിലേക്കും റിസീവ് ആവുന്നതായിരിക്കും. ഏത് UPI ആപ്ലിക്കേഷൻ്റെ അകത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വേറെ ഒരു സബ്സ്ക്രൈബറിന് 100, 200, 450 എന്നൊക്കെ പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് വേറൊരു സബ്സ്ക്രൈബറിന് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സബ്സ്ക്രൈബറിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100, 100, 100 എന്ന് പറഞ്ഞ് 2 മാസം കൊണ്ട് മാത്രം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ 4 ഓഫർ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. 4 ഓഫർ നിങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കേണ്ടി അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ആൾക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വരാവുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഡീറ്റെയിൽ പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതായത് കമൻറ്റ് ബോക്സ് ഇതുണ്ടല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇത് കണ്ടോ ഡീറ്റെയിൽ പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇതിൻ്റെ അത് ഡീറ്റെയിൽ പോസ്റ്റ് ലിങ്ക് ടെലിഗ്രാമിലായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാം ഇല്ലാത്തവർ മാത്രം വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെലിഗ്രാം ചൂസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഇതേപോലെ ഒരു പോസ്റ്റിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ടെലിഗ്രാം ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ അടിക്കേണ്ട, ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അത് ഓഫർ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പിൻ കോഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. പിൻ കോഡ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ആദ്യം പിൻ കോഡ് ലിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓഫർ 1ൻ്റെ താഴെ തന്നെ. ആ പിൻ കോഡ് ലിങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിൻ കോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കറക്റ്റ് ആയുള്ള പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ചെക്ക് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. പിൻ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് കോഡാണ് കേട്ടോ. അപ്പോൾ നേരെ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിൻ കോഡ് നോട്ട് അവൈലബിൾ. അതായത് ഈ ഒരു പിൻ കോഡ് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു നിയറസ്റ്റ് അവൈലബിൾ പിൻ കോഡ് എന്ന് പറഞ്ഞ ഒരു വേറൊരു പിൻ കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇനിയിപ്പോൾ പിൻ കോഡ് അവൈലബിൾ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ആ ഒരു പിൻ കോഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിൻ കോഡ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ താഴെ നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള വേറൊരു പിൻ കോഡ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ വേറൊരു പിൻ കോഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും വേറൊരു പിൻ കോഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പിൻ കോഡ് എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ടെലിഗ്രാമിലേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വരിക. ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേനും ഓഫർ 1ൻ്റെ പിൻ കോഡ് നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിൻ കോഡ് നമ്മൾ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. നമ്മുടെ പിൻ കോഡ് ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വേറെ ഒരു പിൻ കോഡ് അവർ തന്നു, അത് നമ്മൾ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ലിങ്ക് 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഓഫർ 1ൻ്റെ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ UPI എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയുടെ, ഫോൺ പേയുടെ, പേടിഎമ്മിൻ്റെ ഏതിൻ്റെ വേണമെങ്കിലും UPI എൻ്റർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതിലേക്കായിരിക്കും അവർ ക്യാഷ് ബാക്ക് അയച്ചു തരുന്നത്. UPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മൊബൈൽ നമ്പർ അല്ല. നമ്മുടെ ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേയുടെ സ്കാൻ കോഡ് ഉണ്ടല്ലോ, സ്കാൻ കോഡിൻ്റെ തൊട്ടടിയിൽ തന്നെ UPI എന്ന് പറഞ്ഞൊരു ID കാണാൻ പറ്റും. ആ ഒരു ID ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. UPI കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലേക്കായിരിക്കും അവർ ക്യാഷ് ബാക്ക് അയച്ചു തരുന്നത്. UPI എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഇതിൻ്റെ കേസിൽ മന്തും ഇയറും മാത്രമേ ചോദിച്ചേക്കുന്നത്. അതായത് ജനിച്ച മാസവും വർഷവും മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പിൻ കോഡ് ഉണ്ടല്ലോ, അവൈലബിൾ ആയിട്ടുള്ള പിൻ കോഡ്. ഓക്കെ, ആ പിൻ കോഡ് വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, കൺഫേം പാസ്വേഡ്. അതായത് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, അതിനെന്ത് ചെയ്യുക, കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിന് പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം പിൻ കോഡ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയുന്നത്. നിങ്ങളൊക്കെ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് മൊബൈൽ നമ്പർ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഐ എം നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതും ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സെൻഡ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഞങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യുക, ഒന്ന് കംപ്ലീറ്റ് ആക്കുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അടുത്ത പേജിലായിട്ട് ആൻഡ്രോയിഡ് മൊബൈൽ പാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓഫർ 1ൻ്റെ കേസിൽ ആൻഡ്രോയിഡ് മൊബൈൽ പാനൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ കോൺഫ്ലുവൻസ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ കോൺഫ്ലുവൻസ് ആപ്പ്. ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. എന്ത് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക.
ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണോ സേഫ് ആണോ എന്നൊക്കെ. നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പോരാഞ്ഞ് ഇത് പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. അതായത് ട്രസ്റ്റഡ് അല്ലാത്ത ആപ്ലിക്കേഷനൊന്നും പ്ലേ സ്റ്റോറിൽ ഇന്ത്യൻ ഗവൺമെൻറ് വെക്കില്ല. അത്യാവശ്യം ട്രസ്റ്റഡ് ആൻഡ് സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. പിന്നെ ചിലർക്ക് ഇതേപോലെ എറർ കാണിക്കുന്നതായിരിക്കും, മൊബൈൽ മീറ്റർ ആപ്പ് എന്ന് പറഞ്ഞ എറർ കാണിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ എറർ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേനും ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്പിൻ്റെ ഡേറ്റ ഒന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ആ ഒരു എറർ സോൾവ് ആവുന്നതായിരിക്കും. എന്നിട്ടും ഇത് സോൾവ് ആയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും റീട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വീണ്ടും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും റീട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ എറർ കാണിച്ചാൽ മാത്രം ജസ്റ്റ് ഡേറ്റ ക്ലിയർ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് മൊബൈൽ നമ്പർ OTP ആളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ആളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു റൗണ്ട് കളറിലുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ആ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഇതേപോലെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. അതിനുശേഷം അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായിട്ട്. ഈ ഒരു അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനേബിൾ ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പെർമിഷൻ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്നും എന്ത് ചെയ്യുക, ഓൺ ആയി കിടക്കുക, ഓൺ ആക്കി വെക്കുക. ഓക്കെ, അതായത് വീണ്ടും ബാക്ക് അടിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും അക്സെപ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഓൺ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നോർമലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ ആപ്ലിക്കേഷനിലും ചോദിക്കുന്ന പോലെ ആ പെർമിഷൻ എല്ലാം എന്ത് ചെയ്യാം, ഒന്ന് എനേബിൾ ആക്കി വെക്കുക. ഇതിൻ്റെ കേസിൽ രജിസ്ട്രേഷൻ സമയത്ത് എല്ലാ പെർമിഷനും എനേബിൾ ആക്കി വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ പെർമിഷൻ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. ചിലർക്ക് ബാറ്ററിയുടെ പെർമിഷൻ വരെ ചോദിക്കും, അതൊന്ന് എനേബിൾ ആക്കി വെച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഡിസേബിൾ ആക്കി വെക്കാം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്. അതിന് കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എനേബിൾ ആക്കി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതുണ്ടോ വിസിറ്റ് വെബ്സൈറ്റ്. ആ ഒരു വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഐഡിയും പാസ്വേഡും ഉണ്ടല്ലോ, അതായത് മൊബൈൽ നമ്പറും പാസ്വേഡും, ആ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ചെറിയൊരു സർവേ പോലെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ. അപ്പം ഞാൻ സ്കൂൾ അപ് ടു 4th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കംപ്ലീറ്റ് ആക്കണം. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം മസ്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആക്കാനായിട്ട് സ്റ്റെപ്പ് 1ൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതായത് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ സ്റ്റെപ്പ് 1 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളോട് മെയിൽ ID ചോദിക്കും, ഇമെയിൽ ID. അപ്പോൾ കറക്റ്റായുള്ള നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്കൊരു വെരിഫിക്കേഷൻ മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം സ്റ്റെപ്പ് 2ൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പേഴ്സണലായുള്ള ഡീറ്റെയിൽസ് അയാളൊക്കെ ചോദിക്കും, അതായത് നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ, അതെന്തെങ്കിലും SO നോ എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റെപ്പ് 2ൽ വരുന്ന സമയത്ത്. അപ്പോൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ്റെ അതിലേക്ക് തിരിച്ചു വരിക. അതായത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ ആപ്ലിക്കേഷൻ്റെ അതിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, എന്നിട്ട് താഴെ ഒരു സിങ്കിനോ എന്ന് പറഞ്ഞ പച്ച കളറിലുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു പച്ച കളറുള്ള ബട്ടണിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആരോ മാർക്കറ്റ് കാണിക്കുന്ന ആ ഒരു ബട്ടണിലാണ് കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ബട്ടണിൽ 2-3 ടൈംസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കറക്റ്റായിട്ട് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം എന്ത് ചെയ്യാം, അടുത്ത ഓഫർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഡെയിലി ഓപ്പൺ ചെയ്യുക. താഴത്തെ സിങ്കിനോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്താൽ നാളോ മറ്റന്നാളോ ആയിട്ട് 250 പോയിൻറ്റ്സ് എന്നുള്ളത് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഡെയിലി ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ക്യാഷ് ബാക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഓഫർ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ 2ൻ്റെ ലിങ്ക് വന്ന് ക്ലിക്ക് ചെയ്യുക ടെലിഗ്രാമിലുള്ള. അപ്പോൾ നേരത്തെ ഓഫർ 1ൻ്റെ ലിങ്ക് 1ലായിരുന്നു, ഇപ്പോൾ ഓഫർ 2ൻ്റെ ലിങ്ക് 1 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്നതുപോലെ ഇതേപോലെ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ ഓഫറും ചെയ്യണം കേട്ടോ. ഒരു ഓഫർ മാത്രമല്ല ചെയ്യേണ്ടത്, എല്ലാ ഓഫറും നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും UPID എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ കറക്റ്റായുള്ള നിങ്ങളുടെ UPID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിലേക്കായിരിക്കും അവർ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുന്നത്. കറക്റ്റായുള്ള UPID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം
അതിൻ്റെ താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. നേരത്തെ കൊടുത്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വീണ്ടും ഒന്ന് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഓഫർ ചെയ്യുന്ന സമയത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെയിം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് സെപ്പറേറ്റാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ അകത്ത് ഫുൾ നെയിം എന്ന് പറഞ്ഞ് മാത്രമേ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം എൻ്റെ നെയിം അശ്വിൻ കൃഷ്ണ എന്നാണെങ്കിൽ അശ്വിൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് നെയിം ആയിട്ടും ലാസ്റ്റ് നെയിം ആയിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ കറക്റ്റായുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. പിൻ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് കോഡാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അകത്ത്, അതായത് കോൺഫ്ലുവൻസിൻ്റെ അകത്ത് മന്തും ഇയറും മാത്രമേ ചോദിച്ചുള്ളൂ. ഇവിടെ ഡേയും ചോദിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഡേ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ജനിച്ച മാസം എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ജനിച്ച വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അയാളൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സെൻഡ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP അയാൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പേജിലായിട്ട് ഇത് കണ്ടോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കേസിൽ. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്കൂൾ അപ് ടു 4th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, വാഷിംഗ് മെഷീൻ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അയാൾക്ക് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള SOനോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുത്ത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ, നിങ്ങൾ വർക്ക് ചെയ്യുവാണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അടുത്തൊരു പേജിലായിട്ട് താങ്ക് യു ഫോർ സർവേ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന് പറഞ്ഞ പച്ച കളറിലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു പച്ച കളറിലെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് വരും, നെസ്ലൻ മോർ എന്ന് പറഞ്ഞ്. സോ ഈ ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണോ സേഫ് ആണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുക, ഇൻസ്റ്റാൾ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണോ സേഫ് ആണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ഉള്ള ആപ്ലിക്കേഷൻ ആണെന്ന് നമ്മളോട് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. പോരാൻ ഇത് പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ചിലർക്ക് ഇതേപോലെ എറർ കാണിക്കുന്നതായിരിക്കും. എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. എറർ വന്നില്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എറർ വന്നില്ലെങ്കിൽ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എറർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഓഫർ ചെയ്യുക, ഓഫർ 3 ചെയ്യുക, ഓഫർ 1ഉം 3ഉം ചെയ്യുക, 4ഉം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം എനേബിൾ ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്നതുപോലെ തന്നെ നമ്മളെ ഡൗൺലോഡ് ആപ്സിൽ, അപ്പോൾ ഡൗൺലോഡ് ആപ്സിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ്, നെസ്ലൻ മോർ എന്ന് പറഞ്ഞ ആപ്പാണ്. സോ ആ ഒരു ആപ്പിൻ്റെ പെർമിഷൻ എന്ത് ചെയ്യാം, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. സോ അതെന്ത് ചെയ്യുക, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അത് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനകത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നെസ്ലൻ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ പെർമിഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ പെർമിഷനും എനേബിൾ ആയിരിക്കണം. അല്ലാത്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരെ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ അകത്ത് മേളിൽ ഒരു ഓൺ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 250 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 250 പോയിൻറ്റ്സ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1100 പോയിൻറ്റ്സ് ആവണം. 1100 പോയിൻറ്റ്സ് ആവാൻ ഈ സിങ്കിനോ എന്ന് പറഞ്ഞ ബട്ടൺ എന്ത് ചെയ്യുക, ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സിങ്കിനോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് 1100 പോയിൻറ്റ്സ് ആവും. 1100 പോയിൻറ്റ്സ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. റിയൽ മണി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സിങ്കിനോ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്ത ഓഫർ ചെയ്യണം കേട്ടോ. ഇതേപോലെ മൂന്നാമത്തെ ഓഫറും ചെയ്യണം. മൂന്നാമത്തെ ഓഫർ ചെയ്യാനായിട്ട് ടെലിഗ്രാമിലേക്ക് തിരിച്ചു വന്നിട്ട് മൂന്നാമത്തെ ഓഫറിൻ്റെ ആദ്യത്തെ ലിങ്ക് 1 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്നതുപോലെ തന്നെ UPID എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. കറക്റ്റായുള്ള നിങ്ങളുടെ UPID എൻ്റർ ചെയ്ത് കൊടുക്കുക. UPID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന UPIയിലേക്കായിരിക്കും അവർ ക്യാഷ് അയച്ചു തരുന്നത്. ഞാൻ UPID എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരെ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതൊന്നിൽ ജോയിൻ നൗ എന്ന് പറഞ്ഞ ബട്ടൺ വരും. അത് അല്ലെങ്കിൽ ഇതേപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്ന ഓപ്ഷൻ വരും. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇത് കണ്ടോ, ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലർക്ക് എറർ വരുന്നതായിരിക്കും. ഈ രജിസ്ട്രേഷൻ്റെ പേജിലേക്ക് വരില്ല, ചിലർക്ക് ഡയറക്റ്റ് ഒരു എറർ കാണിക്കും. അപ്പോൾ അങ്ങനെ എറർ വരുവാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എറർ വരുന്നവർ മാത്രം ഇങ്ങനെ ചെയ്യുക. എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലേക്ക് തിരിച്ചു വരും. ടെലിഗ്രാമിലേക്ക് തിരിച്ചു വന്നിട്ട് ഓഫർ 3ൻ്റെ ലിങ്ക് 1 ഉണ്ടല്ലോ, ഓഫർ 3ൻ്റെ ലിങ്ക് 1. ഓക്കെ, ഓഫർ 3ൻ്റെ ലിങ്ക് 1 എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ടെലിഗ്രാമിൻ്റെ അകത്തുനിന്ന് ബാക്ക് അടിച്ച് വന്നിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ക്രോം ബ്രൗസറിൻ്റെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഉണ്ടാവും ന്യൂ ഇൻകോഗ്നിറ്റി ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കുക. അതായത് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്നതുപോലെ തന്നെ UPID ചോദിക്കും. കറക്റ്റായി UPID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ റീഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നേരത്തെ വന്നതുപോലെ തന്നെ ഒന്നിൽ ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ എറർ വരുവാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 20 വയസ്സിന് മുകളിലേക്കുള്ളൊരു
ഏജും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 25 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള ഡീറ്റെയിൽസ്, അതായത് പോസ്റ്റ് ഓഫീസ് കോഡൊക്കെ അറിയാമല്ലോ, അപ്പോൾ ആ ബേസിക് ഉള്ള ഡീറ്റെയിൽസുകളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത പേജിലായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് മൊബൈൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ട്രസ്റ്റഡ് ആണോ സേഫ് ആണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേനും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ഉള്ള ആപ്ലിക്കേഷൻ ആണെന്ന് ഗൂഗിൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണോ വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം. എനിക്ക് ഇപ്പോഴാണ് എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നേക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം അലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മളോട് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. കറക്റ്റായുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ വരുന്നുണ്ട്. പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുന്നതിനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അക്നോളജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അക്നോളജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ എക്സ്പ്രഷൻ്റെ ഈ ഒരു പെർമിഷൻ എന്ത് ചെയ്യാം, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അതായത് ഡൗൺലോഡ് ആപ്സിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഏതാണ്, മൊബൈൽ എക്സ്പ്രഷൻ ആണ്. സോ മൊബൈൽ എക്സ്പ്രഷൻ്റെ പെർമിഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ, സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു പേജിൻ്റെ അകത്ത് നെക്സ്റ്റ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യരുത്. അതിൽ ക്ലിക്ക് ചെയ്യാതെ ടെലിഗ്രാമിലേക്ക് വരിക. ടെലിഗ്രാമിൽ സർട്ടിഫിക്കറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രെഡിഷണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ അടുത്തൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇത് കണ്ടോ, ക്രെഡിഷണൽ സ്റ്റോറേജ്. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇൻസ്റ്റാൾ സർട്ടിഫിക്കറ്റ് ഫ്രം സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും CA സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇൻസ്റ്റാൾ എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് 0 ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു പേജിലേക്ക് വരും. അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വരും. സ്റ്റാറ്റസ് ഇന്നാക്റ്റീവ് ആണെങ്കിൽ പെർമിഷൻ ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് എനേബിൾ ആക്കിയാൽ മതി, സ്റ്റാറ്റസ് ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഓക്കെ, 0 ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പേജിൽ വന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏകദേശം ട്രാക്കിംഗ് ആവുന്നതായിരിക്കും. അങ്ങനെ ട്രാക്കിംഗ് ആയതിനു ശേഷം ചിലർക്ക് ഇതേപോലെ എറർ കാണിക്കും. ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എററാണ് വരുന്നതെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ 3 ലൈൻ കണ്ടോ, 3 ലൈൻസ്. ഈ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോഴത്തേനും ആ എറർ സോൾവ് ആവുന്നതായിരിക്കും. ഓക്കെ, ആദ്യം ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ റീഫ്രഷ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും റെഡി ആവും. 0 ക്രെഡിറ്റിൻ്റെ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ വരണം. ഈ പേജിൽ വന്നാൽ മാത്രമാണ് നമ്മൾ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ 0 ക്രെഡിറ്റിൻ്റെ പേജിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ ബട്ടൺ ഒന്നുമില്ല. നേരത്തെ ഒന്നാമത്തെ ആപ്ലിക്കേഷനകത്ത് രണ്ടാമത്തെ ആപ്ലിക്കേഷനകത്തും ബട്ടൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ബട്ടൺ ഒന്നുമില്ല. ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 0 ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പേജിൽ വെയിറ്റ് ചെയ്ത് നിന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് സിങ്കിനോ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് സിങ്കിനോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മേളിലൊരു ഓൺ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ആക്കി തന്നെ വെക്കണം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് 0 ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പേജിൽ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി 2 മിനിറ്റ്. അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് പറഞ്ഞ പേജിൽ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി 2 മിനിറ്റ്. ഓക്കെ, സിങ്കിനോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പോയിൻറ്റ്സ്, ഇന്ന് ക്ലിക്ക് ചെയ്താൽ നാളെ മറ്റന്നാളോ ആയിരിക്കും പോയിൻറ്റ്സ് ഇൻക്രീസ് ആവുന്നത്. സോ ഇനി അടുത്ത ഓഫർ 4 എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓഫറാണ് ഓഫർ 4. ഓഫർ 4 ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓഫർ 4 ആൻഡ്രോയിഡ് TV ഉള്ളവർക്ക് മാത്രമേ ഓഫർ 4 ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ്രോയിഡ് TV നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ ഓഫർ 1ഉം 2ഉം 3ഉം ചെയ്തിട്ട് നിർത്തുക. ഓക്കെ, ഓഫർ 4 ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ഓഫർ 1ഉം 2ഉം 3ഉം ചെയ്യാത്ത മൊബൈൽ ഉണ്ടല്ലോ, അതായത് ആദ്യം നിങ്ങളൊരു മൊബൈലിൽ ഓഫർ 1ഉം 2ഉം 3ഉം ചെയ്തു, ആ ചെയ്യാത്ത മൊബൈലിൽ വേണം ഓഫർ 4ൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് TV-യിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ TV-യിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി ആരെങ്കിലും കാണുമല്ലോ, അവരുടെ മൊബൈൽ ഒന്ന് ചോദിച്ചു വാങ്ങുക. അവരുടെ മൊബൈൽ ചോദിച്ചു വാങ്ങിയിട്ട് അവരുടെ മൊബൈലിൽ ഓഫർ 4ൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് അവരുടെ മൊബൈലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മൊബൈലിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഓഫർ 1ഉം 2ഉം 3ഉം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത മൊബൈലിൽ വേണം ഓഫർ 4 ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓഫർ 4ൻ്റെ ആ രജിസ്ട്രേഷൻ ലിങ്ക് എന്ത് ചെയ്യുക, അവരുടെ മൊബൈലിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓഫർ 1ഉം 2ഉം 3 ഇതുവരെ ചെയ്യാത്ത മൊബൈലിൽ ഓഫർ 4ൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓഫർ 4ൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരെ ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. അതിൻ്റെ അകത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുക്കാൻ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇത് കണ്ടോ, ടിക്ക് മാർക്ക് കൊടുക്കാൻ. മറ്റേലൊന്നും അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. ആ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളോട് UPID ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായുള്ള നമ്മുടെ UPID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്ക് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്.
സോ കറക്റ്റായി UPI എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്നതുപോലെ ടിക്ക് മാർക്ക് കൊടുത്ത് ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് രജിസ്ട്രേഷൻ്റെ ഒരു പേജിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് ഓഫർ 1ഉം 2ഉം 3ഉം രജിസ്ട്രേഷൻ യൂസ് ചെയ്യാത്ത ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. അതായത് പുതിയതായുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഓഫർ 1ഉം 2ഉം 3ഉം സെയിം നമ്പറിൽ കൊടുക്കാം, രജിസ്റ്റർ ചെയ്യാം. ഓഫർ 4 വേറെ നമ്പറിൽ വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ ഓഫർ 1ഉം 2ഉം 3ഉം ചെയ്യാത്ത വേറെ നമ്പറിൽ എന്ത് ചെയ്യാം, ഓഫർ 4 ചെയ്യാം. ഓഫർ 4 ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് TV എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള TV എടുക്കുക, ആൻഡ്രോയിഡ് TV ഓപ്പൺ ചെയ്യുക. ആൻഡ്രോയിഡ് TV ഓപ്പൺ ചെയ്തിട്ട് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് TVയുടെ അകത്ത് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് രജിസ്ട്രേഷൻ വരെ മൊബൈലിൽ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ എന്ത് ചെയ്യുക, TVയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോൺഫ്ലുവൻസ് TV എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ TVയിൽ. അപ്പോൾ TVയിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേന് ഇത് കണ്ടോ, ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് അതിനുശേഷം അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ രജിസ്ട്രേഷൻ സമയത്ത് ആൻഡ്രോയിഡ് TVയുടെ ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പെർമിഷൻ എല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ആക്സസിബിലിറ്റിയുടെ ഒക്കെ പോയിട്ട് ഇതിൻ്റെ പെർമിഷൻ എന്ത് ചെയ്യാം, ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. പെർമിഷൻ എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് വീണ്ടും ഇത് കണ്ടോ ഓക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീണ്ടും ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെർമിഷൻ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ സ്കാൻ കോഡ് വരും. ആ സ്കാൻ കോഡ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ലെൻസിൽ ഒന്ന് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മൊബൈലിൽ. അത് സ്കാൻ ചെയ്യുമ്പോഴത്തേനും നേരെ ഇതേപോലെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. നേരത്തെ സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ സർവേ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കംപ്ലീറ്റ് ആക്കുക. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് Gmail ID ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള വേറെ ഏതെങ്കിലും ഇതുവരെ രജിസ്ട്രേഷൻ യൂസ് ചെയ്യാതെ Gmail ID കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബേസിലുള്ള ഇതേപോലത്തെ ഡീറ്റെയിൽസ് നേരത്തെ ഓഫർ 1 ചെയ്യുന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് ചോദിക്കും, അതൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓഫർ 1ഉം 2ഉം 3ഉം സെയിം നമ്പറിൽ ചെയ്യാം. ഓഫർ 4 ചെയ്യുന്ന സമയത്ത് വേറെ മൊബൈലിലും വേറെ നമ്പർ യൂസ് ചെയ്ത് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്താൽ മതി. 15 ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് അച്ചീവ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു പോയിൻറ്റ്സ് ക്യാഷായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ക്യാഷായിട്ട് നമ്മുടെ UPIയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് സബ്സ്ക്രൈബേഴ്സാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ടെലിഗ്രാമിൽ മേളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന പ്രൂഫിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ മേളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ എത്ര മൊബൈലുണ്ടോ അത്രയും മൊബൈലിൽ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓഫർ 1, 2, 3 ആദ്യം എന്ത് ചെയ്യുക, ഒരു മൊബൈലിൽ ചെയ്യുക. അതിനുശേഷം അടുത്ത മൊബൈലിൽ ചെയ്യാം. ഓഫർ 4 ചെയ്യുന്ന സമയത്ത് ഓഫർ 1 ഇതുവരെ ചെയ്യാത്ത മൊബൈലിൽ വേണം ഓഫർ 4 ചെയ്യാനായിട്ട്. ഓക്കെ, ഓഫർ 4ന് കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ഒരു ഓഫറാണ്. സോ അതുകൊണ്ടാണ് ഓഫർ 4 സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്നത്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ 1ഉം 2ഉം 3ഉം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത നമ്പറിൽ വേണം അടുത്ത മൊബൈൽ ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത മൊബൈലിൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. സെയിം മൊബൈലിൽ ചെയ്യുമ്പോൾ ഓഫർ 1ഉം 2ഉം 3ഉം സെയിം നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇവർ എന്തിനാണ് ഫ്രീ ആയിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നതെന്ന്. ആക്ച്വലി ഇവരുടെ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റിലൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടാബ് വാങ്ങിക്കാൻ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിക്കാൻ സെർച്ച് ചെയ്യുമെന്ന് വിചാരിക്കുക. ആ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസ് ഇവർ കളക്ട് ചെയ്യും. അതായത് നമ്മുടെ പേഴ്സണലായുള്ള ഒരു ഡേറ്റാസ് ഇവർ കളക്ട് ചെയ്യില്ല. സെർച്ച് ചെയ്യുന്ന ഡേറ്റാസ് മാത്രം എന്ത് ചെയ്യുക, ഇവരൊന്ന് കളക്ട് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസ് മാത്രം കളക്ട് ചെയ്തിട്ട് മെറ്റ പോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് ജസ്റ്റ് അത് കൊടുക്കും. എന്നിട്ട് അവർ പറയും ഇന്ന ആൾക്ക് ഇന്ന ആഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, മെറ്റ, ഗൂഗിൾ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ മീഷോയിൽ അല്ലെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യും, ആഡായിട്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ TVനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ TVയുടെ ആഡ് കാണാറുണ്ട്. സോ അതാണ് ഇവരുടെ മെയിനായുള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മുടെ പേഴ്സണലുള്ള ഡേറ്റാസോ അല്ലെങ്കിൽ പേഴ്സണലുള്ള ഒരു സംഭവം ഇവർ എടുക്കില്ല. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കി കളയരുത്. പിന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. കാരണം അവർ അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ പേഴ്സണലായുള്ള ഇൻഫർമേഷൻസോ ഡേറ്റാസോ ഒന്നും അവർ കളക്ട് ചെയ്യില്ലാന്ന് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓഫറാണ്. സോ ആരും മിസ്സാക്കി കളയരുത്, എല്ലാവരും ചെയ്തോളാം. 3 ഓഫറും കംപ്ലീറ്റ് ആക്കണം. 3 ഓഫറും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ക്യാഷ് ബാക്ക് അവർ അയച്ചു തരുള്ളൂ.